ഒരു രക്ഷയില്ല കേട്ടോ. ഉപ്പും പുളിയും എരിവുമൊക്കെ കറക്റ്റ് പാകത്തിലുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. വില്ലേജ് സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. കുറച്ച് നാടൻ മത്തി കിട്ടിയിട്ടുണ്ട്. ഇതും കൊണ്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഒരു ഐറ്റം എന്ന് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇഷ്ടംപോലെ നല്ല നാടൻ മത്തി കിട്ടുന്നുണ്ട്, നല്ല വലിയ മത്തി. അപ്പോൾ ഇത് ഒന്ന് വെട്ടി വൃത്തിയാക്കി കഴുകിക്കൊണ്ടൊക്കെ വരട്ടെ. എന്നിട്ട് ആ ഐറ്റം നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ മത്തിയൊക്കെ വെട്ടി ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 12 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ മത്തിക്കെന്ന് പറഞ്ഞാൽ പരിഞ്ഞിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം വരുന്ന മത്തിയൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ മത്തിയും ഈ പരിഞ്ഞിലും അതേപോലെ തന്നെ 2 മുരിങ്ങയ്ക്ക, ഒരു പച്ചമാങ്ങ, ഇതൊക്കെ വെച്ചാണ് നമ്മളത് റെഡിയാക്കുന്നത് കേട്ടോ. നല്ല പച്ച മാങ്ങ, അത്യാവശ്യം പുളിയും ഉണ്ട് കേട്ടോ. ഈ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് അപ്പോൾ ഇനി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം അടുപ്പൊന്ന് കത്തിക്കട്ടെ. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം വളരെ കുറച്ചളവിൽ ഒരു 5 അല്ലി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ വെളുത്തുള്ളി നമുക്കൊന്ന് വാർത്തെടുക്കണം. വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 10-25 മുളക്, അപ്പം മീൻ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് മുളകോട് ചേർക്കണം. ഇത് എരിവില്ലാത്ത മുളകാണ്. ആ മുളക് ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മുളകൊന്ന് മൂക്കണം, അത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. മൂത്തതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് കോരിയെടുക്കാം. ആ എണ്ണയൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് വാർത്തങ്ങോട്ട് കോരുക. ചെറിയ തീയിൽ ഇതിൻ്റെ അകത്തോട്ട് തന്നെ നമുക്ക് പച്ചമല്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എരിവിന് പാകത്തിന് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിൻ്റെ അകത്ത് എരിവുള്ള മുളക് ചേർക്കുന്നില്ല, അതിന് പകരമാണ് ഞാൻ ഈ കുരുമുളക് ചേർക്കുന്നത്. അപ്പം എരിവ് ഇച്ചിരി മുന്നോട്ട് വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി എല്ലാവരും നിന്ന് ഈ എണ്ണയ്ക്കകത്തിട്ട് റെഡിയാക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഉലുവായി മല്ലിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കോരിയെടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും വെളുത്തുള്ളിയും ആ പാത്രത്തിൻ്റെ അകത്തോട്ട് തന്നെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുക്കട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതേപോലെ ഒരു ജാർ അങ്ങോട്ട് എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഈ ജാറിൻ്റെ അകത്തോട്ട് ഈ മല്ലിയും മുളകും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അരക്കുകയും ചെയ്യില്ല, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. 1-2 പ്രാവശ്യം ഒന്നിങ്ങനെ ഒന്ന് കറക്കിയെടുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് പോകും. ഇപ്പം നമ്മൾ ഈ മുളക് മല്ലിൻ്റെ ഈ ഒരു രീതിക്കൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്. ഇതേപോലെ ഒരുപാട് അങ്ങ് അരഞ്ഞും പോകണ്ട, എന്നാൽ ഈ ഒരു രീതിക്ക് മാത്രമേ അത് റെഡിയാക്കി എടുക്കാവുള്ളൂ. ഇനി നമുക്ക് അടുപ്പൊന്നൊന്ന് കത്തിച്ചിട്ട് ഒരു ചട്ടി അങ്ങോട്ട് വെക്കാം, ഒരു മൺചട്ടി. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മുളകൊക്കെ വറുത്തില്ല, ആ എണ്ണ അങ്ങോട്ട് അതിൻ്റെ തെളി മാത്രം അങ്ങോട്ട് ഒഴിക്കുക. ഇനിയിപ്പോൾ വേറെ എണ്ണ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വെറുതെ നമ്മൾ എണ്ണ അനാവശ്യമായിട്ട് കളയണ്ടെന്ന് ഓർത്താണ്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇതേപോലെ കുറച്ച് ഇഞ്ചി ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 1 ടേബിൾ സ്പൂണേ കാണത്തുള്ളൂ കേട്ടോ. ഒന്ന് ചതച്ചെടുത്താലും മതി. ആ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 10-12 കൊച്ചുള്ളി ഒന്ന് ചതച്ചതാണ്, ആ ചതച്ച ഉള്ളിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി അപ്പോൾ ഉള്ളി ഇട്ടത് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റിയാൽ മതി. പിന്നെ നമുക്ക് മുരിങ്ങയ്ക്ക ഇതേപോലെ ഞാനൊരു 2 ചെറിയ മുരിങ്ങയ്ക്കയാണ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ആ മുരിങ്ങയ്ക്ക ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അപ്പം മുരിങ്ങയ്ക്കയുടെ ഇതിൻ്റെ അകത്ത് കിടന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ആ പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ, ഇതിപ്പോൾ പുളിക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഞാൻ മാങ്ങ ഇട്ടെന്നേ ഉള്ളൂ.
ഇപ്പോൾ കുടംപുളി ചേർത്ത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാങ്ങാങ്ങ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. കാരണം ഇത് വെള്ളം അധികം വേണ്ട, എന്നാൽ ആ മുരിങ്ങയ്ക്ക് അത് വേഗം ചെയ്യണം കേട്ടോ. ആ രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം. കാരണം മീനിലൂടെയൊക്കെ ഇടാനുള്ളതാണ്, അതനുസരിച്ച് വേണം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ഇടുന്നുണ്ട്. ഒരു പക്ഷേ പോരാഴിക്കട്ടോ, നമുക്ക് പിന്നീട് ചേർക്കാവുന്ന. ആവശ്യത്തിന് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുകയാണ്. ഈ മുരിങ്ങയ്ക്ക വേകാനായിട്ടാണ് ഒരു 3/4 ഭാഗമെങ്കിലും ഒന്ന് വേകണം, അത്ര സമയം നിൽക്കട്ടെ. ഇപ്പോൾ ഒരു അല്പസമയം ആയിട്ടുണ്ട്. ഏകദേശം മുരിങ്ങയ്ക്ക ഒരു 3/4 വേവാകട്ടെ എന്നാണ് പറഞ്ഞ്. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് നേരത്തെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഐറ്റമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ പൊടികളൊക്കെ നമ്മൾ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. തീ ഒന്ന് കുറച്ച് വെക്കട്ടെ. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ജാറിൻ്റെ അകത്ത് അതൊഴിച്ചിട്ട് ഇങ്ങനെയാണ് ഒഴിച്ചിട്ട്. കാരണം ഇതിനകത്ത് വെള്ളം കുറവായതുകൊണ്ടാണ് നമ്മളൊരല്പം വെള്ളം കൂടി ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നത്. കുറച്ചുകൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചാറില്ലാതാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഈ മീൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മത്തിയെല്ലാം അവിടെ പെറക്കി ഇതിൻ്റെ അകത്തിട്ടിടാം. ഇങ്ങനെ സാധാരണ ഈ പരിചിലൊക്കെ വറുത്ത് കഴിക്കും, നല്ല ടേസ്റ്റല്ലേ. പക്ഷെ ഞാനത് വറക്കുന്നൊന്നുമില്ല. ഏതാ ഈ പരിചയിലൂടെ ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഇടുക എന്നുള്ളൂ. ഇത് ഓപ്ഷനാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് മാത്രം പരിചയിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും. മത്തി, മുരിങ്ങയ്ക്കായി, മാങ്ങായി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി. ഇനിയും വേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിതിങ്ങനെ മുറിച്ചങ്ങോട്ടിടുന്നു. കരിയാപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഒന്ന് അടച്ചു. അപ്പം തീ ഒരു മീഡിയം രീതിയിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ മത്തിയല്ലേ, നമുക്കറിയാമല്ലോ, ഒരുപാട് സമയമൊന്നും ഇരിക്കത്തില്ല. മത്തി പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഏതായാലും ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം തുറന്ന് നോക്കണം. ഇതിൻ്റെ ഒരു മണം അടിച്ചിട്ട് ഇരിക്കപ്പുറത്തില്ലെന്ന് പറഞ്ഞ പോലെ അത്രയേറെ ഒരു കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമുക്ക് എന്തായാലും ശരി ഒന്ന് തിളച്ചതിന് ശേഷം തുറക്കാമെന്നാണ്. ആ തിള വന്നതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഭയങ്കര മണമെന്ന്. തേണ്ട തുറന്ന് നോക്കാം. നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു അടിപൊളി കൊതിപ്പിക്കുന്ന ഒരു മണമാണ് കേട്ടോ. ഇതൊരു പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി ഇത് എന്തെങ്കിലും പോരാളിക്കുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ നോക്കാനായിട്ട് കേട്ടോ. ഞാൻ ഒരല്പം എടുത്ത് നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കറക്റ്റ് എൻ്റെ പാകത്തിനുള്ളതാണ്. ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റ് പാകത്തിനുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. ഒരു തിളയ്ക്ക് തന്നെ ഇത് ഓക്കെ ആയതുപോലായി. ഇങ്ങനെ കറക്റ്റ് ഓരോരുത്തർക്കും ഉപ്പും എരിവും പുളിയൊക്കെ ഓരോ രീതിക്ക് അല്ലേ. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് അത് ചേർത്ത് കൊടുക്കാമെന്നുള്ളേ ഉള്ളൂ. കറക്കി വെച്ച ശേഷം ഒന്നുകൂടെ നടക്കും. അടച്ചോ. ഒരല്പസമയം കൂടെ അടുപ്പത്തിരിക്കട്ടെ. കാര്യം മത്തി ഒന്നുകൂടെ ഒന്ന് വേകട്ടെ. അപ്പോൾ നല്ല കൊതിപ്പിക്കുന്ന രീതിയിൽ നാടൻ മത്തിക്കറി, നല്ല മാങ്ങയൊക്കെ ഇട്ട് മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങ് അടുപ്പങ്ങ് നിർത്താം. വേണ്ട, പല രീതിയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ മത്തിക്കറിയും അയലക്കറിയും ഒക്കെ പോകും അല്ലേ. ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ്. കാരണം ഇത് അറിയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. കാരണം ഈ മുളകൊക്കെ വറുത്ത് പൊടിച്ച് ഇതേ രീതി ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. ചെയ്ത് നോക്കാമെന്ന് കേട്ടോ. ഒരേ രീതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു മടുപ്പുണ്ട്. ഇതേ രീതിയിലൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ നോക്കാം. താഴോട്ട് വെക്കട്ടെ.
കുറച്ച് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അല്ല പിടിപ്പിക്കാൻ. തീർച്ചയായിട്ടും ഈ രീതി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യം. അപ്പോൾ ഇനിയും പറയാനുള്ളത്, നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.